നമ്മൾ ഇത് മലേഷ്യൻ റെഡാണ്, ഇത് വിളവെടുപ്പാണ്. ഇതാ പഴത്തിൻ്റെ വലിപ്പം കണ്ടില്ലേ, കണ്ടാ ഇതിപ്പോൾ ഒരു 500 ഗ്രാമിൽ കൂടുതൽ പഴത്തിന് വലിപ്പമുണ്ട്. നമ്മളിനിയിപ്പോൾ ഇത് കട്ട് ചെയ്യേണ്ടതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിതിപ്പോൾ കടകളിലൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ പഴമുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചോട്ടിൽ നിന്ന് കട്ട് ചെയ്യാൻ നിൽക്കരുത്. അത് നമുക്ക് കൂടുതൽ നിൽക്കില്ല, അന്ന് തന്നെ നമ്മളിത് കഴിച്ച് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് 2-3 ദിവസം നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, ഈ തണ്ടോട് ചേർന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതാ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് നമുക്കൊരു 2-3 ദിവസം വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ പഴം നമുക്കൊന്നും ആവില്ല, ഇതുപോലെ തന്നെ നമുക്ക് വെക്കാൻ പറ്റും. അത് അങ്ങനെയാണ് നമുക്ക് കടകളിൽ ഇത് കിട്ടുക. ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരിക്കലും ചിലവരൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് തിരിച്ചിട്ടെടുക്കുന്നത്, അത് നമ്മൾ വീട്ടാവശ്യത്തിനുള്ള 1-2 പഴങ്ങൾ ഉണ്ടെങ്കിൽ അതെടുക്കുക. കൂടുതൽ ദിവസം വെക്കണമെങ്കിൽ ഇങ്ങനെ തിരിച്ച് പൊട്ടിക്കാതിരിക്കുക, അതിൽ ഉറുമ്പ് കയറും, അതുപോലെ തന്നെ ആ പഴങ്ങൾ കെട്ടുപോകുന്നതാണ്. നമ്മളിങ്ങനെ കുറച്ച് തണ്ടോട് കൂടിയിട്ട് കയറ്റി കട്ട് ചെയ്യുക. ഒരു ചോപ്പാകുമ്പോഴാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇന്ന് മുതലാണ് ഇത് നിറം മാറാൻ തുടങ്ങിയത്. ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മധുരം ഉണ്ടാവില്ല. ഈ ഒരു കളറിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡ്രാഗൺ പഴം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതൊന്നും ആയിട്ടില്ല. ഇതൊക്കെ നമുക്കൊരു 2-3 ദിവസത്തിനുള്ളിൽ കട്ട് ചെയ്യാനാവുന്നതേ ഉള്ളൂ. പഴങ്ങൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് മുറിച്ച് നോക്കട്ടെ. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒരുപാട് പറഞ്ഞതാണ്, അപ്പം നോക്കാം. കൈ മുറിയണ്ട, ഉണങ്ങി പിടിച്ചിട്ട് ഇതിൻ്റെ അകവശം കണ്ടോ നിങ്ങൾ, എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ മധുരവും, കാണുന്ന ഇതുപോലെ തന്നെയാണ് നമുക്കിതിൻ്റെ മധുരം അനുഭവപ്പെടുന്നത്. നമ്മളിത് ജൈവ വളത്തിൽ ഇതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് വളം എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞു. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഏതായാലും ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. മധുരം ഒരു രക്ഷയില്ല, നല്ല മധുരം തന്നെയാണ്. നമുക്ക് റെഡിൽ നല്ല മധുരത്തോടു കൂടി തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് വിളവെടുത്ത്. ഇതിപ്പോൾ 2ാമത്തെ ഒരു ടൈമാണ് വിളവെടുക്കുന്നത്. നമുക്ക് ഇതേപോലെ ഇടക്കിടയ്ക്ക് നമുക്കിത് വിളവെടുക്കാനുണ്ടാവും. അതുപോലെ നിങ്ങളെൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളെൻ്റെ ഈ ചാനൽ യൂട്യൂബ് നിന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വെക്കുക.